നിന്റെ അടിമ ഞാനേ, ഘോഷിക്കുമേ മനം സന്തോഷത്താ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. കർത്താവേ നീ ചെയ്ത നന്മകളെ നിത്യം നിത്യം ഞാൻ ധ്യാനിക്കുമേ. അളവില്ല സ്നേഹത്താൽ ചേർപ്പവനേ, എണ്ണമില്ല നന്മകൾ നൽകുന്നവനേ. അളവില്ല സ്നേഹത്താൽ ചേർപ്പവനേ, എണ്ണമില്ല നന്മകൾ നൽകുന്നവനേ. ശോഭിതമണാള മഹിമപ്രതാപ, സ്നേഹത്താൽ നിൻ പാദം ചേർന്നിടുമേ. ശോഭിതമണാള മഹിമപ്രതാപ, സ്നേഹത്താൽ നിൻ പാദം ചേർന്നിടുമേ.
സങ്കീർത്തനങ്ങൾ 103:14 വാക്യം. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നാം പൊടിയെന്ന് ഓർക്കുന്ന ദൈവം എന്ന വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ, പരിശുദ്ധനായ ദൈവം സ്നേഹവാനായ പിതാവാണ്. വിശ്വാസികളും ദൈവവും തമ്മിലുള്ള ആഴമാർന്ന സ്നേഹമുള്ള ബന്ധത്തിൻ്റെ ഒരു ശ്രേഷ്ഠമായ അനുഭവമാണ് അപ്പനും മക്കളും എന്നുള്ളത്. മക്കൾക്ക് അപ്പൻ്റെ മേൽ അവകാശമുണ്ട്. അപ്പന് മക്കളുടെ മേൽ അധികാരവും വ്യക്തമായ പദ്ധതികളുമുണ്ട്. തന്നിൽ മാത്രം ആശ്രയിക്കുന്ന മക്കളിൽ നിന്ന് അപ്പൻ തൻ്റെ ശ്രദ്ധയും ദൃഷ്ടിയും ഒരിക്കലും മാറ്റുകയില്ല. മക്കൾക്ക് ഭാരങ്ങളും പ്രയാസങ്ങളും വെല്ലുവിളികളും ഭീഷണികളും ഒക്കെ തങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോൾ പിതാവാം ദൈവം അവരിൽ നിന്ന് അകന്നു നിൽക്കുകയില്ല. അതുകൊണ്ട് തൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും സഹായവും കരുതലുകളും മക്കളായവർക്ക് അത് അനുഭവിച്ചറിയുവാൻ കഴിയും. സങ്കീർത്തനക്കാരൻ ആ അനുഭവത്തിൽ നിന്നാണ് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നത്. 46-ാമത്തെ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രിയരെ, ഏതൊരു ദൈവ പൈതലും തങ്ങളുടെ ആത്മീയ ജീവിത പന്ഥാവിൽ കഷ്ടതകളും പരിശോധനകളും ഒക്കെ പലപ്പോഴും നേരിടേണ്ടി വരും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കായി ദൈവം ചില പരീക്ഷകൾ അനുവദിക്കുമ്പോൾ ഏവരും ഒന്ന് പതറിപ്പോകുക എന്നുള്ളത് സാധാരണമാണ്. എന്നാൽ അന്നേരങ്ങളിലൊക്കെ അവരെ ദൈവാത്മാവ് തൻ്റെ വചനത്തിൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് ധൈര്യപ്പെടുത്താറുമുണ്ട്. വിശ്വാസത്തിൽ ഉറച്ച ഒരു വിശ്വാസി അപ്പോൾ ആശ്വാസം കൈക്കൊള്ളുന്നത് ദൈവിക വാഗ്ദത്തം അവർക്ക് നൽകിയ ആ ഉറപ്പിന്മേലാണ്. അപ്പോഴൊക്കെ അവൻ ഉറക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഭയപ്പെട്ട് പിന്മാറുകയില്ല. സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല എന്നുള്ള ഒരു ധൈര്യമാണ്, ഒരു സാക്ഷ്യമാണ് സങ്കീർത്തനക്കാരൻ അവിടെ പ്രഖ്യാപിക്കുന്നത്. ദൈവം ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നവന്റെ ധൈര്യമാണിത്. മക്കളുടെ മേൽ കരുതലുകൾ ഉള്ള പിതാവ് അവർക്ക് സഹിക്കാവുന്നതിനപ്പുറം ഒന്നും അവരുടെ മേൽ അനുവദിക്കുന്നവനല്ല. ഒരു 10 വയസ്സുകാരൻ അവൻ തൻ്റെ തലയിൽ എടുക്കുന്ന ഭാരത്തിൽ കൂടുതൽ അവൻ്റെ മേൽ അവൻ്റെ വളർച്ച കാത്തിരിക്കുന്ന അപ്പൻ വച്ചു കൊടുക്കുകയില്ല. ഇതുപോലെ തന്നെയാണ് സ്നേഹവാനായ നമ്മുടെ പിതാവാം ദൈവവും. ഒരുവൻ എത്രത്തോളം വിശ്വാസമുണ്ട്, അവൻ എത്രത്തോളം ഭാരം വഹിക്കുവാൻ കഴിയും എന്നൊക്കെ സർവജ്ഞാനിയായ ദൈവത്തിനറിയാം. അവൻ നമ്മുടെ പോരായ്മകളും വല്ലായ്മകളും വെല്ലുവിളികളും എല്ലാം അറിയുന്നു. അവൻ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നു. അവൻ നമ്മുടെ വേദനകളെല്ലാം അറിയുന്നു. അവൻ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ എല്ലാം അറിയുന്നു. അതുകൊണ്ട് ഭക്തൻ പറഞ്ഞത്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നവനല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. പ്രിയരെ, ദൈവസ്നേഹത്തിന്റെ ആഴമാണ് അപ്പന് മക്കളോട് തോന്നുന്ന ഈ കരുണ. അവർക്ക് ഭാരം താങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കണ്ടാൽ അപ്പന്റെ ഹൃദയം അലിയും. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. നമ്മെ ഓരോരുത്തരെയും ദൈവം പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചതാണ്. പൊടിയിൽ നിന്ന് രൂപപ്പെടുത്തിയ നമ്മുടെ ശരീരത്തിന്റെ ബലഹീനത, നമ്മുടെ മനസ്സിന്റെ ബലമില്ലായ്മ, നമ്മുടെ ശരീരഘടന എല്ലാം സൃഷ്ടിതാവായ പിതാവായ ദൈവത്തിനറിയാം. നമ്മുടെ ജീവിതം പെട്ടെന്ന് വാടിപ്പോകുന്നതായ പുല്ല് പോലെയും പൂവിൻ്റെ ഭംഗി പോലെയും ഉള്ളൂ എന്ന് ദൈവത്തിനറിയാം. ഏത് ശക്തിമാനായ മനുഷ്യനും പൊടിയാണ്. പൊടിയിൽ നിന്ന് എടുത്തതും പൊടിയിലേക്ക് തിരികെ ചേരുന്നതുമാണ് ഏതൊരു മനുഷ്യനും. മനുഷ്യന്റെ നിസ്സാരത്വം, മനുഷ്യന്റെ ബലഹീനത, മനുഷ്യന്റെ പ്രകൃതി
ഒക്കെ അറിയാവുന്ന ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുകയും തന്നിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എപ്പോഴും ദൃഷ്ടി വച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ മേലുള്ള ഭാരം അത് ഏറ്റവും വലിയതെന്നും എനിക്കത് താങ്ങാനാവുന്നതിനപ്പുറമാണെന്നും നാം പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ? എന്നാൽ നമുക്കത് വഹിപ്പാനുള്ള പ്രാപ്തി ഉണ്ടെന്ന് കർത്താവിനറിയാം. അത് അളന്ന് അറിയുന്നവനാണ്. അത് നാം വഹിച്ച് ബലപ്പെടണമെന്നും അതിൽ കൂടെ നാം വിശ്വസ്തരെന്ന് പിതാവിന്റെ സന്നിധിയിൽ തെളിയിക്കപ്പെടണമെന്നും ആഗ്രഹിച്ച് അത് നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മേൽ അനുവദിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ ഓർത്ത്, ചില ഭാരങ്ങൾ ഓർത്ത് ഇന്ന് പ്രഭാതത്തിലും ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരണം. അവിടെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഹൃദയം നമ്മെ ഓർത്ത് സന്തോഷിക്കുന്നത്. പ്രിയരേ, ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമാണ് പത്രോസിനെ കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തിയത്. പത്രോസെ, കോതമ്പ് പോലെ നിന്നെ പാറ്റിക്കളയാൻ സാത്താൻ അനുവാദം എന്നോട് ചോദിച്ചു എന്നാണ് പത്രോസിന്റെ മേലുള്ള ശത്രുവിന്റെ ആ പദ്ധതിയെ തിരിച്ചറിഞ്ഞ് കർത്താവ് പത്രോസിനോട് പറഞ്ഞത്. എന്നാൽ പത്രോസ് ഈ ഒരു സംഭവം കർത്താവ് പറയുന്നത് വരെ സാത്താൻ അവന്റെ മേലിട്ട പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞിരുന്നേയില്ല, മനസ്സിലാക്കിയിരുന്നേയില്ല. കർത്താവ് അത് പത്രോസിന്റെ മേൽ ഉള്ള സാത്താന്റെ പദ്ധതിയെ വ്യക്തമായി തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസിനോടത് പറയുന്നു. പ്രിയരെ, കർത്താവ് പത്രോസിന്റെ മേൽ സാത്താൻ പ്രവർത്തിക്കാൻ ഒരിക്കലും അനുവാദം നൽകിയില്ല. അതിനെന്താ കാരണമെന്നറിയാമോ? പത്രോസ് എപ്പോഴും ചാഞ്ചാട്ടമുള്ള ഒരു മനോഭാവക്കാരനായിരുന്നു. പത്രോസിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിടിച്ചു നിൽക്കാനാവില്ല എന്നും സർവജ്ഞാനിയായ ഉടയവനായ കർത്താവിന് അറിയാമായിരുന്നു. എന്നാൽ പുരാതന ഭക്തനായിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നു. ഇയ്യോബ് എന്ന ഭക്തനെ തൊടാൻ സാത്താൻ ദൈവത്തോട് അനുവാദം ചോദിച്ചപ്പോൾ ദൈവം അത് അനുവദിച്ചു. ഇയ്യോബ് സാത്താന്റെ തന്ത്രത്തിലും പോരാട്ടത്തിലും വീണു പോകാതെ ഉറച്ചു നിന്നു. എന്തെങ്കിലും ഭാരം, കഷ്ടത നമ്മുടെ ജീവിതത്തിൽ പ്രിയരെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് വഹിപ്പാൻ, അത് സഹിപ്പാനുള്ള കൃപ ദൈവം നമ്മിൽ പകർന്നു തന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയുക. നമ്മുടെ ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ ദൈവം സമ്മതിക്കുകയില്ല എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന സത്യം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, ദൈവം നമ്മെ കാണുന്നുണ്ട്, ദൈവം നമ്മെ അറിയുന്നുണ്ട്. അവൻ്റെ മുൻപിൽ താഴ്മയോടെ സമർപ്പിത മനസ്സുള്ളവരായി ജീവിക്കുക. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. അവന് നമ്മോട് കരുണയും തോന്നുന്നുണ്ട്. അവൻ തൻ്റെ കൃപ നമ്മുടെ മേൽ പകരുന്നുമുണ്ട്. നമുക്ക് വേണ്ടിയുള്ള പിതാവാം ദൈവത്തിൻ്റെ കരുതലുകൾ പ്രിയരെ വ്യത്യസ്തമാണ്. അത് അനുഭവിച്ചറിയുന്നവരായി, നന്ദിയുള്ളവരായി ജീവിതം നയിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വീണ്ടും ഇന്നത്തെ ദിവസം ഒരവസരം കൂടെ തന്ന വൻകൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ ക്ഷമത്തോടെ പരിപാലിച്ച് സൂക്ഷിച്ചു രാവിലെ ആരോഗ്യത്തോടെ ഉണർത്തി എഴുന്നേൽപ്പിച്ചല്ലോ. കർത്താവിന് നന്ദി അർപ്പിച്ച് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പ്രാർത്ഥനയോടെ ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ തിരുവചന ഭാഗങ്ങൾ ശ്രദ്ധയോടെ കേട്ട് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ഏറിയ കൃപയും അനുഗ്രഹവും ബലവും പകരണമേ കർത്താവേ. ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ മുൻപിൽ തളർന്നു പോകാതെ, പതറിപ്പോകാതെ, കർത്താവ് കരുതുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്, മനസ്സലിയുന്നവനാണ്, ബലപ്പെടുത്തുന്നവനാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ കർത്താവിൽ ആശ്രയിച്ച് തന്നെ ദൈവാനുഗ്രഹം പ്രാപിച്ച് ജീവിക്കുവാൻ ഇന്ന് പകലിലും എല്ലാവരെയും സഹായിക്കണമേ. ശത്രുവിൻ്റെ വ്യത്യസ്തമായ തന്ത്രങ്ങളുടെ നടുവിൽ ആരും തകർന്നു പോകാൻ അനുവദിക്കരുതേ കർത്താവ്. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ പ്രസാദിപ്പിക്കുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ.
ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവൻ്റെ വരവ് വേഗം നടക്കും. അവൻ്റെ വരവിനോട് നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.